ഹൈന്ദവ വിശ്വാസത്തെയും രാമായണത്തെയും രാമനെയും സീതാദേവിയുമൊക്കെ അവഹേളിച്ചുകൊണ്ട് പോസ്റ്റിട്ട തൃശൂർ എം.എൽ.എ. പി. ബാലേന്ദ്രൻ പോസ്റ്റ് മുക്കിയിരിക്കുന്നു, മാപ്പ് പറഞ്ഞിരിക്കുന്നു. വിശ്വാസ സമൂഹത്തിന്റെ വേദനിപ്പിച്ചെങ്കിൽ താൻ മാപ്പ് പറയുന്നു എന്നാണ് ഇടതുപക്ഷ ഇടങ്ങളിൽ നിന്ന് പോലും പി. ബാലേന്ദ്രനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുയർന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും പി. ബാലേന്ദ്രൻ പോസ്റ്റ് മുക്കിയെങ്കിലും അതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലടക്കം പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഉദയനിധി സ്റ്റാലിൻ്റെ സനാതന മൂല്യത്തെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ ആ ഒരു പ്രസ്താവനയാണ് 5 സ്റ്റേറ്റിൽ BJP ഒരു വലിയ മുന്നേറ്റത്തിലേക്ക് നീങ്ങുന്നത്. കോൺഗ്രസിൻ്റെ കയ്യിലിരുന്ന 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ BJPക്ക് വലിയ ഭൂരിപക്ഷം ലഭിച്ചതും ഈ ഒരു പ്രസ്താവനയുടെ പേരിലാണെങ്കിൽ, ഏതായാലും INDA മുന്നണിയുടെ പ്രധാന ഘടകകക്ഷികൾ ഒന്നായ CPI, അല്പസ്വല്പം സ്വാധീനമൊക്കെ ബീഹാറിലുള്ള CPIയുടെ ഒരു MLA തന്നെ ഇത്തരത്തിൽ അവഹേളനപരമായ ഒരു പോസ്റ്റുമായി രംഗത്തെത്തുമ്പോൾ അത് ദേശീയ തലത്തിൽ തന്നെ വലിയ രീതിയിൽ അത് പ്രചരണമായിട്ട് സംഘപരിവാർ കൊണ്ടു നടക്കുന്നു, മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുന്നു, വലിയ രീതിയിൽ ചർച്ചയാകുന്നു. ഇതിനിടയിലാണ് പി. ബാലേന്ദ്രൻ പോസ്റ്റ് മുക്കി ക്ഷമാപണം നടത്തിയിരിക്കുന്നത്. ഏതായാലും പറയാനുള്ള കാര്യം അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. അതിൻ്റെ കയ്യടിയും അദ്ദേഹം വാങ്ങി. ഒരുപക്ഷെ 4 വോട്ട് കൂടുതൽ കിട്ടിയേക്കാമായിരിക്കാം. ഇപ്പോൾ അദ്ദേഹം പോസ്റ്റ് മുക്കി മാപ്പ് പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായി പോസ്റ്റ് മുക്കി മാപ്പ് പറയുമ്പോൾ അത് ഒരു സമൂഹം മാപ്പ് നൽകുന്ന ഒരു രീതിയുണ്ട്, അത്തരത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഇത് പിടിവിട്ട് പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ പോസ്റ്റ് വലിയ രീതിയിൽ നോർത്ത് ഇന്ത്യയിലടക്കം പ്രചരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ കൂടെ വെച്ചിട്ടാണ് ഈ പോസ്റ്റ് മുൻപോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.